പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ഇന്നൊരു പുതിയ സന്ദേശം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന സുവിശേഷമാണ്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഞാനോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മാത്രമല്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും പ്രസംഗിക്കുവാനോ ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ ക്രിസ്തുയേശു എന്ന സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാതിരിക്കാം. ഞാൻ ആരെയും ഒരു മതത്തെയും അതിനകത്ത് കോട്ട് ചെയ്യുന്നില്ല, ആരെയും കുറ്റം പറയാനും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കുന്നത്, ഈ സുവിശേഷം നിങ്ങളെ രക്ഷിക്കുന്നതാണ്, ഈ സുവിശേഷം നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, ഈ സുവിശേഷം നിങ്ങൾക്ക് സമാധാനം തരുന്നതാണ്, ഈ സുവിശേഷം നിങ്ങളെ നിത്യസ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ്. അത് വിശ്വസിക്കുന്നവർക്ക്. ഞാൻ ഇന്ന് ആരംഭത്തിൽ നിങ്ങളൊരു ഭാഗം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ആദിമ മനുഷ്യനായ മനുഷ്യൻ ദൈവം തന്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്നതിനെ കുറിച്ചാണ്. ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് പുറത്താക്കിയത് എന്നും കൂടെ ചിന്തിക്കുവാനും എന്തിനു വേണ്ടി ആയിരുന്നെന്നും പുതിയ നിയമവുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നു. പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വേദഭാഗം നാം കാണുന്നത്. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്: അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവ ദൈവം അവനെ പുറത്താക്കി എന്നുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഏദൻ തോട്ടം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്, ലോകം എല്ലാ മനുഷ്യർക്കും അറിവുള്ളതാണ്. ഏദൻ തോട്ടം ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ദൈവം മനുഷ്യന് വേണ്ടി വളരെ അമൂല്യമായി നിർമ്മിക്കപ്പെട്ടതും മനുഷ്യന് അധ്വാനിക്കാതെ അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടുന്ന എല്ലാവിധ നന്മകളും ഒരുക്കിയ സ്ഥലമാണ്. എന്നാൽ മനുഷ്യൻ ദൈവം കൽപ്പിച്ച കൽപ്പനയിൽ നിന്ന് അവിശ്വസിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യുകയും അത് നിമിത്തം ദൈവത്തെ അവിശ്വസിച്ച നിമിത്തം അവൻ ദൈവത്തോടെ അനുസരണക്കേട് നിമിത്തം അശുദ്ധനായി തീർന്നു, പാപിയായി തീർന്നു. അശുദ്ധനായിരിക്കുന്ന മനുഷ്യനും വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ട് ഈ അശുദ്ധനായിരിക്കുന്ന മനുഷ്യനെ പിൻകാലത്തേക്ക് നേടേണ്ടതിന് വേണ്ടി അവനെ തൽക്കാലത്തേക്ക് ആ തോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ നഗരത്തിൽ നിന്ന് പുറത്താക്കി എന്ന് കാണുവാൻ കഴിയും. അവനെ നേടേണ്ടത്, അവനവിടെ വസിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നേടുവാൻ കഴിയില്ല. കാരണം അവിടെ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷഫലം ജീവവൃക്ഷഫലം തിന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ഒരു കാലത്തും അവന് വീണ്ടെടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവൻ എന്നേക്കും ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതുകൊണ്ട് അവന് വീണ്ടെടുക്കുവാൻ ദൈവം പരിഹാര മാർഗം ഒരുക്കി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഒരു വേദഭാഗം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. ഈ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങി വന്ന് രക്ഷിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങി വന്ന് രക്ഷിക്കുന്ന ഒരു ദൈവത്തെ. ഈ ആദിമ മനുഷ്യനെ പുറത്താക്കി അതേ ദൈവം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യനെ രക്ഷിക്കുന്നത് എപ്രകാരമാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തില് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണെന്നറിയാമോ? 12-ാമത്തെ വേദഭാഗം: അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. എന്താണ്? അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടത്. ഞാൻ ആരംഭത്തിൽ ഓർമ്മിച്ചല്ലോ, മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തതോടുകൂടി അവൻ അശുദ്ധനായി തീർന്നു. പിന്നെ അവനെ ശുദ്ധീകരിക്കുവാന്നൊരു പരിഹാര മാർഗമാണ് ഒരുക്കിയിരിക്കുന്നത്. അവനെ ശുദ്ധീകരിപ്പാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തത്തിലേക്ക് വന്നു എന്ന് കണ്ടു. യഹൂദന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇസ്രായേലിനിടയിൽ ഈ നഗരവാതിൽ എന്ന് പറഞ്ഞാൽ യെരുശലേമിന്റെ പുറത്താണ്. യെരുശലേമിന് പുറത്താണ് പഴയ കാലങ്ങളിൽ യാഗം അർപ്പിക്കുന്നത്. പാപയാഗം അർപ്പിക്കുന്നത് പാളയത്തിന് പുറത്താണ്, അല്ലെങ്കിൽ യെരുശലേമിന് പുറത്താണ് യാഗം അർപ്പിക്കുന്നത്. അത് രക്തച്ചൊരിച്ചിലൂടെയുള്ള യാഗമാണ്. അങ്ങനെ യെരുശലേമിന് പുറത്ത്, വാതിലിന് പുറത്ത് ഗോൽഗോത്ത മലയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ ആനയിച്ചു പോകുന്നതാണ് കാണുവാൻ കഴിയുന്നത്. സ്വന്തം രക്തത്താൽ തന്റെ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി അവൻ നഗരവാതിലിന് പുറത്ത് കഷ്ടമനുഭവിച്ചതാണ് ഇവിടെ കാണുന്നത്. നഗരവാതിലിന് പുറത്ത് കർത്താവ് വന്ന് സ്വന്തത്തിലേക്കാണ്. വിശുദ്ധ വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗം 12-ാമത്തെ വേദഭാഗം കാണുന്നത് അങ്ങനെ തന്നെയാണ്. സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിക്കുന്നത്, കർത്താവ് യഹൂദന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ യെരുശലേമിൽ ജനിക്കപ്പെട്ടു, ഇസ്രായേലിയരുടെ ഇടയിൽ ജനിക്കപ്പെട്ടു. എന്നാൽ ഇസ്രായേലിയർ ഒന്നടങ്കം ആ യേശുക്രിസ്തുവിനെ പുറത്താക്കി എന്നതല്ല,
ദൈവം തനിക്ക് ആദ്യമേ നഷ്ടപ്പെട്ടു പോയ ഏക മനുഷ്യനാൽ ലോകം മൊത്തം മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുമ്പോൾ ഏക മനുഷ്യനാൽ ലോകം മൊത്തം പാപപങ്കിലമായി തീർന്നത് കൊണ്ട് ആ മനുഷ്യരെ എല്ലാം രക്ഷിപ്പാനാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ വിശുദ്ധമായിരിക്കുന്ന യഹൂദ ഗോത്രത്തിൽ ജനിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവം നിശ്ചയമായിരുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിച്ചത് കൊണ്ടായിരുന്നു. അല്ലാതെ അവരെ ആരും യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചത് കൊന്നൊന്നുമല്ല. ഇന്ന് പലരും പറയാറുണ്ട് യഹൂദന്മാരാണ് യേശുവിനെ കൊന്നത്, റോമാക്കാരാണ് യേശുവിനെ കൊന്നത്തെ അധികാരികളെ റോമാക്കാരാണ് കൊന്നത്. ഇതൊക്കെ അന്നത്തെ അധികാരത്തിൽ അവർ ഉപയോഗിച്ചു എന്ന് മാത്രം. യഹൂദന്മാർ പറഞ്ഞ് അവനെ ക്രൂശിക്ക എന്ന്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ തലമുറ മേലും വരട്ടെ എന്ന്. ശരിയാണ്. പക്ഷെ ദൈവനിശ്ചയപ്രകാരം സർവ്വലോകവും അവനാൽ രക്ഷപ്പെടുവാൻ വേണ്ടി അവരെ നഗരവാതിലിന് പുറത്തേക്കാക്കി. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 കാണുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച്. ആരെ? ഒന്നുകൂടെ എടുത്തു പറയാം. ലോകത്തെ സ്നേഹിച്ച്. ലോകം ആരാ? കേരളീയർ മാത്രമാണോ? ഇന്ത്യക്കാർ മാത്രമാണോ? യഹൂദന്മാർ ഇസ്രായേലിയർ മാത്രമാണോ? അമേരിക്കക്കാർ മാത്രമാണോ? ഇല്ല. ലോകത്താകമാനമുള്ള സകല മനുഷ്യരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചു. അതുകൊണ്ടാണ് കർത്താവിനെ നഗരവാതിലിന് പുറത്തേക്ക് കൊണ്ടുവന്നത്. പുറത്തേക്ക് കൊണ്ടുവന്ന പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് സകല ലോകം കാണുക. യെരുസലേമിന് പുറത്ത്, നഗരവാതിലിന് പുറത്ത് ഗോൽഗോത്ത മലയിൽ കർത്താവിനെ സമർപ്പിതമാക്കി. എന്തുകൊണ്ട്? അവന്റെ രക്തത്താൽ സകല മനുഷ്യർക്കും വിശുദ്ധീകരണം ഉണ്ടായിരുന്നു. വേറൊരു മാർഗവുമില്ല. നമുക്കറിയാമല്ലോ, എബ്രായലേഖനം 9-ാം അധ്യായത്തില് നമുക്കൊരു വേദഭാഗം കാണുന്നുണ്ട്. 9:12 വേദഭാഗത്ത് ഇങ്ങനെ കാണുന്നത് എന്തെന്നറിയാമോ? ആട്ടുകൊറ്റന്മാരുടെയും പശുക്കുടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച്. ഇന്ന് ലോകത്തായിരിക്കുന്ന പലവിധ കുരുതികളും യാഗങ്ങളും ഉണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കുടാങ്ങളുടെയും ഇന്നുമുണ്ട്. കുറെ കാലം മുമ്പ് മനുഷ്യക്കുരുതി ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള രക്തത്താലല്ല യേശുക്രിസ്തു മഹാപുരോഹിതനായി സ്വർഗത്തിലേക്ക് കാൽവരി മരിച്ചു അടക്കപ്പെടി ഉയർത്തി പ്രവേശിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന വിലയേറിയ രക്തം, സ്വന്തം രക്തത്താൽ സർവ്വലോകത്തിനും പാപപരിഹാര മാർഗം ഒരുക്കിയിരിക്കുന്നു എന്നാണ് നാം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന റോമാലേഖനം 3-ാം 25 കാണുന്നതെന്നറിയാമോ? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അവൻ പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുക. രക്തത്താൽ അല്ലാതെ പാപമോചനമില്ല. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന രക്തത്തെക്കുറിച്ചാണ്. ഇന്ന് മനുഷ്യർ പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യരെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ മറ്റു പല മാർഗങ്ങളും കാരണങ്ങളും കാണിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. പല പ്രവൃത്തികളും തീർത്ഥാടനങ്ങളും പല കാഴ്ച നേർച്ചകളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുന്നില്ല, പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നില്ല. ദൈവം പുറത്താക്കിയ മനുഷ്യന് തിരികെ അകത്തേക്ക് പ്രവേശിക്കുവാൻ ആ ദൈവം പുറത്തേക്ക് വന്ന് നഗരവാതിലിന് പുറത്തു വെച്ച് നിങ്ങൾക്കും എനിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ സകല കഷ്ടങ്ങൾ സഹിച്ച് തന്നെത്താൻ സമർപ്പിതനായി ആ കർത്താവിന്റെ മരണത്തെ വിവരിക്കുവാൻ എന്റെ നാവ് പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയ്ക്ക് ഈ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയായിരുന്നു യേശുക്രിസ്തു. ലോക ചരിത്ര പുരുഷനെന്നല്ല, ലോക ചരിത്രത്തെ നിർമ്മിച്ചവന് AD BC എന്ന് വേർതിരിക്കപ്പെട്ട ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. ഈ കർത്താവായ യേശുക്രിസ്തു സകല മാനവജാതികളെ മനുഷ്യനെയും രക്ഷിപ്പാൻ സ്നേഹിച്ചവനാണ്. തന്റെ പ്രാണനെ കൊടുത്ത് രക്ഷിപ്പാൻ സ്നേഹിച്ചവനാണ്. ഇതുപോലെ പ്രാണനെ കൊടുത്ത് രക്ഷിപ്പാൻ സ്നേഹിച്ച ഒരു ദൈവത്തെയോ ഒരാൾ ദൈവത്തെയോ പ്രപഞ്ചത്തിൽ ആരെങ്കിലും കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഞാൻ തന്നെ വഴിയും സത്യവും നീ ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് സ്വർഗത്തിന്റെ വാതിലെന്ന് പറഞ്ഞ് ആരെങ്കിലും കാണിക്കാൻ പറ്റൂ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്ന ദൈവങ്ങളാണെന്ന് പ്രപഞ്ചത്തിലുള്ള. മനുഷ്യനിന്ന് സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുവാണ്. പല നിലയിൽ കാശുണ്ടാക്കാൻ അധ്വാനിച്ച് ഓടുവാണ്.
എന്തിനാ? നമ്മുടെ ഭാവി കാലങ്ങളിൽ നമുക്ക് സുവിസ്തമായി ജീവിക്കാൻ. എന്നാൽ അത് കഴിക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും നിലയിൽ നല്ല ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു 50 വയസ്സ് 55 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പൂർണ്ണ രോഗിയായിട്ട് മാറുവാണ് ആ മനുഷ്യൻ. ഞാനിങ്ങനെ ഒരു കഥ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ട കാര്യങ്ങളാണ്. ആ കാര്യം ഇങ്ങനെയാണ്. ഒരു കാട്ടിലൊരു രാജാവായ സിംഹവും ഒരുപാട് ജീവികളുമുണ്ട്. അതിനകത്തൊരു അണ്ണാറക്കണ്ണൻ ഈ രാജാവിനെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ഈ രാജാവ് അണ്ണാറക്കണ്ണൻ ഒരു വാഗ്ദാനം കൊടുത്തു. എന്താണെന്നറിയോ വാഗ്ദാനം? നീ എന്നെ നല്ല രീതിയിൽ സേവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്താൽ നീ റിട്ടയർ ആകുമ്പോൾ അല്ലെങ്കിൽ പെൻഷൻ ആകുമ്പോൾ നിനക്ക് ഞാൻ ജീവിതകാലം കഴിയാനുള്ള എല്ലാവിധ ഫലങ്ങളും നന്മകളും നിനക്ക് നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞു. അത് ഈ അണ്ണാറക്കണ്ണൻ വിശ്വസിച്ച് രാജാവിനെ വളരെ ശ്രദ്ധയോടുകൂടി സേവിച്ച് രാജാവിന്റെ കൂടെ നിന്നു. കൂടെയുള്ള അണ്ണാറക്കണ്ണന്മാരും മറ്റുള്ളവരൊക്കെ പഴങ്ങൾ തിന്ന് മരത്തിൽ ചാടിക്കളിച്ച് ഓടിക്കളിച്ച് നടക്കുമ്പോൾ ഈ അണ്ണാറക്കണ്ണൻ രാജാവിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ച് തന്റെ ജോലിയിൽ വ്യാപ്തനായിരുന്നു. എന്നാൽ ഒരിക്കൽ ആ അണ്ണാറക്കണ്ണൻ റിട്ടയർ ആവുന്ന പ്രായം വന്നു. രാജാവ് കൃത്യമായിട്ട് തന്റെ വാക്കുകൾ പാലിച്ചു. അണ്ണാറക്കണ്ണന് വേണ്ടുന്ന എല്ലാവിധ പാരിതോഷികങ്ങളും ഫലങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഇഷ്ടം പോലെ കൊടുത്തു. പക്ഷേ അണ്ണാറക്കണ്ണന് അവസാനം അത് ഭക്ഷിക്കാൻ കഴിയാതെ വണ്ണം വാർദ്ധക്യത്തിലെത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ചെറുപ്പകാലത്ത് നാം നേടുന്നതും വാർദ്ധക്യത്തിൽ നേടുന്നതുമായിരിക്കുന്ന നന്മകൾക്ക് വ്യത്യാസമുണ്ട്. നാം നേടുന്നത് സ്വീകരിക്കുന്നത് എപ്രകാരമായിരിക്കും? വാർദ്ധക്യത്തിൽ നാം ജീവിക്കാൻ വേണ്ടി അനേകമായിട്ട് അധ്വാനിച്ച് പദവികൾക്ക് വേണ്ടി നാം കൂടുതലായിട്ട് അധ്വാനിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? അത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് അന്യൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ ആ വസ്തുവകയ്ക്ക് വേണ്ടി മക്കളുമാർ തമ്മിൽ അടികൂടുന്നതും വിട്ടുകൂടുന്നതും കൊള്ള നടക്കപ്പെടുന്നതുമാണ് കാണുന്നത്. അത് മോഷ്ടിക്കാൻ കള്ളന്മാർ വരുന്നതാണ് കാണുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവമായ യേശുക്രിസ്തുവിനെ തന്റെ രക്ഷകനും കർത്താവുമായി നിക്ഷേപമായി സ്വീകരിക്കുവാൻ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇവിടെ നാം കണ്ടത് യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപപരിഹാരമാണ്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കുന്ന നഗരവാതിലിന് പുറത്തുവെച്ച് കഷ്ടമനുഭവിച്ചു. ഈ നഗരവാതിലിന് പുറത്തുവെച്ച് നിങ്ങളുടെ വീട്ടിന്റെ വാതിൽക്കൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽപ്പടിക്കൽ ഈ യേശുക്രിസ്തു നിൽക്കുവാണ്. ഈ കർത്താവിനെ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ അവനെ പരസ്യമായിട്ട് പ്രദർശിപ്പിക്കണം. ഈ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ കഴിയുമോ? ഈ കർത്താവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, കർത്താവെ, ഞാനൊരു പാപിയാണ്, അങ്ങനെ പാപത്തിന്റെ പകരക്കാരൻ എനിക്ക് വേണ്ടി കാൽക്രൂശിൽ കഷ്ടങ്ങൾ സഹിച്ച് മരിച്ചെടുത്തിട്ട് ജീവിക്കും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ചങ്കിൽ ചോരയാൽ എന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി ആ രക്തത്തെ പൂർണ്ണമായിട്ട് ഒഴുകിക്കൊടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ്, അങ്ങയുടെ പുണ്യാഹ രക്തത്താൽ എന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി ഞാൻ അങ്ങയോടൊപ്പം ജീവിക്കുവാൻ, പ്രത്യാശയോടെ ജീവിക്കാൻ, സന്തോഷത്തിൽ ജീവിക്കാൻ കർത്താവിനെ സഹായിക്കണമേ എന്ന് ആർക്കെങ്കിലും ഈ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി വിശ്വസിച്ചുകൊണ്ട് വാഗുകൊണ്ട് ഏറ്റുപറയുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ രക്ഷപ്പെടുക മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനോട് മരിച്ചവരാ നിങ്ങൾ സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി വേറെപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിശ്ചയമായി കഴിയും, സംശയമില്ലാത്ത കാര്യം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു എങ്കിൽ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുവാൻ മറക്കരുത് എന്നൊരു അപേക്ഷകൾ ഓർപ്പിക്കുന്നു. വീണ്ടും ദൈവം അനുഭവിച്ചാൽ കാണാം. ദൈവം അതുവരെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും ആഗമനമായിരിക്കുന്ന സമയത്ത് ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.